വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. സർക്കാർ നടപടി അഴിമതിക്ക് വഴിയൊരുക്കലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ലഹരിക്കെതിരെ വോരിയേഴ്സിനെ സൃഷ്ടിക്കുന്നവർ മദ്യത്തിൽ കാരിയേഴ്സിനെ സൃഷ്ടിക്കുന്നെന്ന വിമർശനവുമായി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും രംഗത്തെത്തി. അതേസമയം മുൻ സർക്കാരിനെ പോലെ മദ്യശാലകൾ തുറന്നുകൊടുത്തിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം കുറച്ചു വരികയാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മദ്യത്തിൽ പിഴച്ചോ? LDF സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ ആദ്യത്തെ അമ്പ. അധികാരത്തിലിരുന്നപ്പോൾ LDFനെതിരെ ആരോപണം ഉന്നയിച്ച അതേ നാണയത്തിൽ തിരിച്ചു മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ കന്നി ബജറ്റിലെ പ്രഖ്യാപനമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. 10% വരെ വീര്യമുള്ള മദ്യത്തിന്റെ നികുതി 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളവയുടെ വിൽപ്പന നികുതി 175% കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനമാണ് അഴിമതിക്ക് വഴിവെച്ചത്. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയിലെ നികുതി കുറച്ചത്, ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. നികുതി ഘടന കുറച്ചത് അഴിമതിക്ക് വഴിയൊരുക്കുന്ന നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവർത്തിച്ചു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശൻ മംഗലാപുരത്ത് പോയത് എന്തിനെന്ന് വ്യക്തമാക്കുന്ന ബജറ്റെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിപ്പോ ആർക്കും ഡിസ്പ്ലേ തുടങ്ങി വീര്യത്തിന്റെ, അതായത് ഈ സ്പിരിറ്റിന്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അഴിമതി നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുടങ്ങാൻ പോകുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. UDF നയം മദ്യപരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ളതാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ലഹരികൾക്കെതിരെ വാരിയേഴ്സിനെ സൃഷ്ടിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ കാരിയേഴ്സിനെയും അടിമകളെയും സൃഷ്ടിക്കാനുള്ള നയത്തിലേക്ക് കടക്കരുതെന്നും KCBC മുന്നറിയിപ്പ് നൽകി. മദ്യത്തിന്റെ നികുതി കുറച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിക്കൽ പറഞ്ഞു. ലഹരി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലഹരി തന്നെയാണ്. വീര്യം കുറഞ്ഞ ലഹരി നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക, സന്തോഷിക്കുക. പക്ഷെ അതും അപകടം തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് അനുമതി നൽകാൻ തീരുമാനിച്ചത് LDF സർക്കാരാണെന്നാണ് സർക്കാരിന്റെ മറുപടി. കേരളത്തിലെ LDF സർക്കാർ ഇവിടെ കൊണ്ടുവന്ന മദ്യത്തിന് നികുതി ഘടന നിശ്ചയിക്കുകയാണ് പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നത്. അത് ഒരു ധനകാര്യ തീരുമാനമാണ്. ഇവിടെ വിൽപ്പന നടത്തണോ എന്നുള്ളത് ഒരു നയപരമായ തീരുമാനമാണ്. അതേസമയം UDF സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം കുറച്ചു വരികയാണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതിരോധം. ഞങ്ങളുടെ നയം ഞാൻ പറഞ്ഞു, ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ട് വരിക. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ ബാറുകളും പൂട്ടിയതല്ലേ? എന്താ സംഭവിച്ചത്? സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മതസംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ മറുപടി പറയാൻ UDF വിയർക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.